വളരെയധികം പ്ലാൻ ചെയ്ത ഒരു അട്ടിമറി. ഒരു മാസമായി എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ 787 ക്രാഷായിട്ട്. ഫൈനലി ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങളെല്ലാം ഡീക്രിപ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നു. FDRും CVRും പാസഞ്ചർ ഏരിയയിലെയും കോക്പിറ്റിലെയും വീഡിയോസ് അടക്കം ഈ വിമാനം എങ്ങനെയാണ് ക്രാഷായെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ആ വിവരം സത്യത്തിൽ ഭയാനകമാണ്, അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതുമാണ്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പൈലറ്റുമാരുടെ പിഴവുകളൊന്നുമില്ല. ഫ്ലാപ്പ് പൊസിഷൻ സെറ്റ് ചെയ്യുന്നതിലും നോസ് ആംഗിൾ സെറ്റ് ചെയ്യുന്നതിലൊന്നും അവർക്ക് പിഴവുകൾ സംഭവിച്ചിട്ടില്ല. അവരുടെ കൺട്രോളിനും അപ്പുറത്തായിരുന്നു ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. അതുപോലെ വിമാനത്തിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫ്യുവൽ അതൊരു പോസിബിലിറ്റി ആയിരുന്നു. അതും അല്ല കാരണം. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട ഈ വിമാനം അഹമ്മദാബാദ് എയർപോർട്ട് വന്ന് ഏതാനും മണിക്കൂറുകൾ നിർത്തി അവിടെ കുറച്ച് പാസഞ്ചേഴ്സ് ഇറങ്ങുകയും പുതിയ ആളുകൾ കയറുകയും ചെയ്തു. അവിടെ വെച്ച് ഇന്ധനം നിറച്ചിരുന്നു. പക്ഷേ മേജറായിട്ടുള്ള ഒരു റിപ്പയർ, ഒരറ്റകുറ്റപ്പണികളും അവിടെ വെച്ച് നടന്നിട്ടില്ല. ഞാനിത് എടുത്തു പറയുന്നതിലൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. വിമാനത്തിന്റെ എൻജിൻ കൺട്രോൾ സ്വിച്ചിനാണ് തകരാറ് സംഭവിച്ചിരുന്നത്. ആരാണിത് തകരാറിലാക്കിയത്, എങ്ങനെയാണ് ഈ സ്വിച്ച് തകരാറിലായതെന്നല്ലേ പറയാം. അതിനു മുമ്പ് ഇതെങ്ങനെ മനസ്സിലായി, എന്തുകൊണ്ട് ഇത്ര സമയമെടുത്തു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ FDR അഥവാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, CVR കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ഇത് കൂടാതെ വിമാനത്തിന്റെ പാസഞ്ചർ ഏരിയയിലും കോക്പിറ്റിനുള്ളിലും നടക്കുന്ന സംഭാഷണങ്ങളും വീഡിയോസും എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനമാണ് ബ്ലാക്ക് ബോക്സ്. ഒരു വിമാനത്തിന് 2 ബ്ലാക്ക് ബോക്സുകൾ ഉണ്ടാവും. നിർഭാഗ്യവശാൽ ഈ 2 ബ്ലാക്ക് ബോക്സുകൾക്കും തകരാറുകൾ സംഭവിച്ചിരുന്നു. വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ ഡാറ്റ വളരെ അത്യാവശ്യമായിരുന്നു. അതിവിദഗ്ധരായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ടീം ഈ ബ്ലാക്ക് ബോക്സ് ഡീക്രിപ്റ്റ് ചെയ്തു. വളരെയധികം പണിപ്പെട്ട് ഏകദേശം 1 മാസത്തോളം അവരിതിൽ വർക്ക് ചെയ്ത് ഇതിൻ്റെ ഡാറ്റ മുഴുവനും റിക്കവർ ചെയ്തെടുത്തു. അതിലെ വീഡിയോസ് മുഴുവൻ കാണുന്ന സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് വിമാനത്തിൻ്റെ എൻജിൻ കൺട്രോൾ സ്വിച്ചിന് തകരാറുകൾ സംഭവിച്ചിരിക്കുന്നു. ഈ എൻജിൻ കൺട്രോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വിമാനത്തിലേക്കുള്ള എല്ലാ ഫ്യൂവൽ സപ്ലൈയും കട്ട് ഓഫ് ആകും. അങ്ങനെ ഫ്യൂവൽ കിട്ടാതെ വിമാനം താഴേക്ക് പതിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു കാർ ഓടിച്ചു പോകുമ്പോൾ ഓടുന്ന കാറിൽ നിന്ന് താക്കോൽ ഊരിയെടുക്കുന്നത് പോലെ. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ആരാണിത് ചെയ്തത്? ഒരു പൈലറ്റിന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലും ഒരു പൈലറ്റിന് അത്ര എളുപ്പത്തിൽ ഈ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അബദ്ധവശാൽ കൈതട്ടിയൊന്നും ഓപ്പറേറ്റ് ആവുന്ന ഒരു സ്വിച്ച് അല്ല ഇത്. ഈ സ്വിച്ചിന് ഒരു മെറ്റൽ കവറൊക്കെ ഉണ്ട്, അബദ്ധവശാൽ കൈതട്ടി ഓപ്പറേറ്റ് ആകാതിരിക്കാൻ. പോരാത്തതിന് അതിനൊരു സ്പെഷ്യൽ ലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അത് അത്ര എളുപ്പമല്ല തുറന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ബ്ലാക്ക് ബോക്സ് വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമാണ് പൈലറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ഇനി മുന്നിലുള്ളത് 2 പോസിബിലിറ്റീസ് മാത്രമാണ്. ഒന്ന്, വളരെയധികം പ്ലാൻ ചെയ്ത ഒരു അട്ടിമറി. വിമാനത്തിൻ്റെ ഇലക്ട്രിക്കൽ സപ്ലൈ തകരാറിലാക്കി അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കുക. ഇത് അഹമ്മദാബാദ് എയർപോർട്ടിൽ വെച്ച് നടക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. ഡൽഹി എയർപോർട്ടിൽ വെച്ച് സംഭവിച്ചതായിരിക്കണം. അങ്ങനെയെങ്കിൽ വിമാനത്തിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്ന കമ്പനികൾ പ്രതിക്കൂട്ടിലാണ്. വിമാനത്തിൻ്റെ എൻജിൻ കൺട്രോൾ സ്വിച്ചിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ഫ്യൂവൽ പമ്പുകൾ, ഇലക്ട്രിക്കൽ സപ്ലൈ സെക്ഷനുകൾ തുടങ്ങിയവ സുരക്ഷിതമെന്ന് അവസാനമായി പരിശോധിച്ച് സർട്ടിഫൈ ചെയ്തതാരാണ്? അഹമ്മദാബാദ് എയർപോർട്ടിൽ വെച്ച് ഒരു ഷോർട്ട് ടൈം ഹാൾട്ട് മാത്രമാണ് ഉണ്ടായത്. 2, സ്വാഭാവികമായി ഇത് സംഭവിക്കാനുള്ള പോസിബിലിറ്റി 1 ബില്യണിൽ 1 മാത്രമാണ്. ഒരു എയർക്രാഫ്റ്റിൽ, അതും ബോയിങ് 787 ഡ്രീം ലൈനർ, ലോകത്തിൽ തന്നെ ഏറ്റവും സുരക്ഷയുള്ള യാത്രാവിമാനങ്ങളിലൊന്ന്. ഒരു വീടിന് വയർ ചെയ്യുന്നത് പോലെയല്ല എയർക്രാഫ്റ്റിലുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റംസും വയറിങ്ങുകളും. ഇതെല്ലാം ഓരോ ഫ്ലൈറ്റ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്നതാണ്. ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടി ഏജൻസിയുടെ പങ്ക് സംശയാസ്പദമാണ്, ദുരൂഹമാണ്. ഇതിനിടെ ഈ ഇലക്ട്രിക്കൽ തകരാറിനെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് മുകളിൽ ടാഗ് ചെയ്തേക്കാം. ഒരു യാത്രക്കാരൻ ഡൽഹി എയർപോർട്ടിൽ നിന്ന് അഹമ്മദാബാദ് വന്നിറങ്ങുന്ന സമയത്ത് ഈ സെയിം എയർക്രാഫ്റ്റിൽ 2 മണിക്കൂർ മുമ്പ് വിമാനത്തിന് സാരമായിട്ടുള്ള ഇലക്ട്രിക്കൽ തകരാറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീനുകൾ വർക്ക് ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആയിക്കൊണ്ടിരിക്കുന്നു. ക്രൂ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസിനെ വിളിക്കാനുള്ള സ്വിച്ചുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ആകെ ഒരു ദുരൂഹത. ആ വ്യക്തി പലതവണ ഇത് ക്രൂ മെമ്പേഴ്സിനെ അറിയിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. അവരും തിരക്കിലായിരുന്നു. കാരണം വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഇത്തരം കംപ്ലൈൻറ്റുകളെല്ലാം പറയാൻ ആളുകൾ വരുന്നത്. ദീർഘദൂരം ഇനി പറക്കേണ്ടതാണ്. ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് പോകേണ്ടതാണ്. ഒരു ഷോർട്ട് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതാകാം കാരണം. പിന്നെ വേറൊരു കാര്യം, വിമാനത്തിൻ്റെ മേജർ പോർഷൻസ്, കോക്പിറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട് എല്ലാം സെപ്പറേറ്റ് ആണ്. അതുപോലെ പാസഞ്ചേഴ്സിൻ്റെ സെപ്പറേറ്റ് ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. എന്നാലും ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്, അതുറപ്പാണ്. അത് വീഡിയോയിലും എടുത്ത് കാണിക്കുന്നുണ്ട്. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായത്. അവരും തിരക്കിലായിരുന്നു, വേണ്ടത്ര ശ്രദ്ധിച്ചു കാണില്ല. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവരുടെയും മറ്റനവധി പേരുടെയും വിലപ്പെട്ട ജീവനുകളെ
രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു.